ആത്മവിശ്വാസം, ആത്മബലം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ആത്മാവ് നൽകുന്ന ആ ഒരു ബലമാണ്, ആ ഒരു കോൺഫിഡൻസാണ്. അപ്പോൾ എന്താണ് ആത്മാവ്? എൻ്റെ അഭിപ്രായത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അത് നമ്മിൽ വസിക്കുന്ന നമ്മുടെ സൃഷ്ടാവായ അദൃശ്യ ശക്തിയായ, എന്നാൽ എന്നും നമ്മോടൊപ്പം ജീവിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്ന ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. കാരണം സർവവും സാധ്യമാകുന്ന സർവവും സാധ്യമായിട്ടുള്ള ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ കൂടെ നിന്നാൽ എല്ലാം സാധിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം, അതാണ് ആത്മാവ് നൽകുന്ന ആ കരുത്ത്, ആ ബലമെന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ നാം നോക്കിക്കാണുമ്പോൾ അത് മറികടക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്, ഇമ്പോസിബിളാണ്, നമുക്ക് തോന്നും, അസാധ്യമാണ്. ഒരു വലിയ മലയുടെ താഴെ നിന്നിട്ട് ആ മല നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു ബാഹ്യരൂപം കാണുമ്പോൾ എന്തൊരു വലിയ തടസ്സമാണ്. ഇതെങ്ങനെ അതിൻ്റെ മറുകരയെത്തും, അല്ലെങ്കിൽ അതിൻ്റെ നിറകയിലെത്തും? മാനസികമായി ചിന്തിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്കതിന് കഴിയും, എനിക്കതിന് കഴിയണം. ഞാൻ ആ മല കയറും. കാരണം ഞാൻ എന്നിൽ ആശ്രയിച്ചിട്ടല്ല ആ മല കയറുന്നത്. ആ മല എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന ദൈവത്തെ ആശ്രയിച്ചിട്ട്, ആ ദൈവം എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ആ മല കയറുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു ചിന്താശകലം എൻ്റെ മനസ്സിൽ വരികയായിരുന്നു. ആ മല നമുക്ക് അപ്രാപ്യമാണെന്ന് തോന്നുമെന്നുണ്ടെങ്കിലും ഒരിക്കൽ നാം ആ മല കയറി കഴിയുമ്പോൾ ആ മല നമ്മുടെ കാൽ കീഴിലാണ് എന്ന് നാം മനസ്സിലാക്കും. നമ്മുടെ തലയ്ക്ക് മുകളിൽ അസാധ്യമെന്ന് കരുതി നമ്മെ വിഷമിപ്പിച്ച ആ മല നാം നടന്ന് കയറി കഴിയുമ്പോൾ നമ്മുടെ കാലിൻ്റെ കീഴിലായി മാറുകയാണ്. അപ്പോൾ തലയ്ക്ക് മുകളിലുള്ള ആ തടസ്സത്തെ കാലിന് കീഴിലുള്ള നമ്മുടെ അധീനതയിലാക്കാൻ നമുക്ക് കഴിയും എന്നുള്ള ആ ബലത്തെയാണ് ആത്മബലം, ആ വിശ്വാസത്തെയാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അത് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാനാവുന്ന എന്നെക്കൊണ്ട് അസാധ്യമാണ്. പക്ഷേ എന്നിൽ, എൻ്റെ ആത്മാവിലുള്ള, എന്നോട് കൂടെ ജീവിക്കുന്ന, എൻ്റെ നന്മയെ ആഗ്രഹിക്കുന്ന, ഞാനിവയെ തരണം ചെയ്യുന്ന ആഗ്രഹിക്കുന്ന, എൻ്റെ വിജയം കാത്തിരിക്കുന്ന എൻ്റെ ദൈവത്തെ കൊണ്ട് സാധ്യമാണ് എന്ന് ഞാനത് തിരിച്ചറിയുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. കാരണം എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് മല കണ്ട് പുറകോട്ട് പോകാനല്ല, മലയ്ക്ക് മുകളിൽ കയറി നിന്നിട്ട് എൻ്റെ അധീനതയിലാക്കാൻ എന്തിനേയും എനിക്ക് കഴിയും, ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ആ തിരിച്ചറിവ് ജീവിതത്തിൻ്റെ ഏത് ബുദ്ധിമുട്ടുകളെയും, ഏത് പ്രയാസങ്ങളെയും, ഏത് വേദനകളെയും, ഏത് കഷ്ടപ്പാടുകളെയും മറികടക്കുവാനും നമ്മുടെ വരുതിയിലാക്കുവാനും നമുക്ക് സഹായകമാകും. അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും തരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയൊക്കെ ഓർക്ക് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.